സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. 2022-2023 വർഷങ്ങളിലെ ടെലിവിഷൻ സീരിയൽ, വാർത്ത, ഡോക്യുമെന്ററി വിഭാഗങ്ങളിലെ മികവിനാണ് അംഗീകാരം. വൈകിട്ട് 5:30 തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലാണ് ചടങ്ങ്. ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അടക്കം 6 പേരാണ് 24-ൽ നിന്നുള്ള ജേതാക്കൾ. 4 പുരസ്കാരങ്ങൾ ഫ്ലവേഴ്സും ഏറ്റുവാങ്ങി. 3.5 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന മോർണിംഗ് ഷോ പല ടൈം സോണിലിരുന്ന് ലോകരാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കാണാൻ തയ്യാറായിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾ ക്ഷമാശീലത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ എന്ന പ്രഭാത വാർത്താ ഷോയിലൂടെ മികച്ച അവതാരകനുള്ള 2022 പുരസ്കാരത്തിനാണ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അർഹനായത്. അരസിയൽ ഗലാട്ടയിലൂടെ 2023 മികച്ച അവതാരകനായത് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വി അരവിന്ദ്. മികച്ച വാർത്താ അവതരണത്തിനുള്ള സുപ്രധാന പുരസ്കാരം 2 വർഷവും 24-ന് തന്നെ. 2022 അനുജ രാജേഷും 2023 പ്രജിൻസി കണ്ണനും ഈ വിഭാഗത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങും. 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ആർ ഗോപികൃഷ്ണൻ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ അവതരണ മികവിനുള്ള പ്രത്യേക ജൂറി പരാമർശത്തിന് അംഗീകാരം ഏറ്റുവാങ്ങും. അഭിമുഖത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം ദീപക് ധർമ്മടത്തിനാണ്. ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്ത അമ്മേ ഭഗവതിയിലെ അഭിനയത്തിന് മികച്ച 2ാമത്തെ നടനായി തെരഞ്ഞെടുക്കപ്പെട്ട സീനു രാഘവേന്ദ്രയും സൂസു സുരഭിയും സുഹാസിനിയും പരമ്പരയിലൂടെ മികച്ച 2ാമത്തെ നടിയായ അനുക്കുട്ടിയും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങും. സൂസു സുരഭിയും സുഹാസിനിയുമാണ് മികച്ച 2ാമത്തെ ടെലി സീരിയൽ. അമ്മേ ഭഗവതിയിലെ പ്രകടനത്തിലൂടെ നന്ദകുമാറാണ് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള അംഗീകാരം ഏറ്റുവാങ്ങുന്നത്. ഇന്ന് വൈകിട്ട് 5:30 തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലാണ് ചടങ്ങ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകുന്ന പരിപാടിയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2022 പുരസ്കാരം ബൈജു ചന്ദ്രന് സമ്മാനിക്കും. ന്യൂസ് ഡെസ്ക് 24.